തൃശ്ശൂർ റൗണ്ടിലെ നടുവിലാലിൽ ദേവകി ഡയറിയിൽ 10 രൂപയ്ക്ക് സംഭാരം കിട്ടുമെന്ന് അറിയാലോ. ഒരു ഗ്ലാസ് നിറച്ച സംഭാരം. കഴിഞ്ഞ തവണ ഞങ്ങളിവിടെ വന്ന് കുടിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അമ്മയ്ക്കൊരാഗ്രഹം ഈ ഒരു സംഭാരം കുടിക്കണമെന്ന്. അങ്ങനെ ഇത്തവണ തൃശ്ശൂർ വന്നപ്പോൾ ആദ്യം തന്നെ ഇത്തിരി സംഭാരം കുടിച്ചിട്ടാവാം ബാക്കി പരിപാടികളെന്ന് വിചാരിച്ചു. നല്ല ചൂടല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഭാരതിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ചേട്ടാ ഭാരതിലേക്ക് ഈ ഭാരതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഓർമ്മകളുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഭാരത്. ഞാൻ പണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 2005 നമ്മുടെ കൂട്ടുകാരൻ ജയദേവാണ് എന്നെ ആദ്യമായിട്ട് ഭാരതിലേക്ക് വിളിച്ചു കൊണ്ടുപോകണത്. അന്ന് ഞാൻ രാധാകൃഷ്ണനാണ് സ്ഥിരമായിട്ട് പോയിരുന്നത്. അപ്പോൾ അവരാണ് പറഞ്ഞത് നീ ഭാരതിലേക്ക് പോ, അവിടുത്തെ അടയും മസാല ദോശയൊക്കെ ഗംഭീരമാണ്. അന്നാണ് ഞാൻ ഭാരതിൽ പോയി തുടങ്ങിയത്. ഇന്നിപ്പോൾ ഈ വർഷം വരെ ഇതുവരെ നമ്മൾ എത്രയോ തവണ ഭാരതിൽ പോയിരിക്കുന്നു. അന്ന് 2005 സമയത്തൊക്കെ നമ്മുടെ തൃശ്ശൂർക്കാർക്കൊക്കെ അറിയാവുന്ന റപ്പായി ഏട്ടൻ, പീറ്റർ റപ്പായി എന്ന് പറഞ്ഞാലാണ് പുള്ളിനെ അറിയുക. പുള്ളി അവിടെ എല്ലാ ദിവസവും മിക്ക ദിവസവും ചായ കുടിക്കാൻ വരും. പുള്ളിയുടെ ചായ കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. ഒരു 10-60 ചപ്പാത്തിയും വലിയ ദോശയും പിന്നെ എന്തൊക്കെ ഐറ്റംസ് അറിയില്ല, ഒരുപാട് ഐറ്റംസും ഒക്കെ ആയിട്ടാണ് പുള്ളിയുടെ ചായ കുടി. അത് കണ്ട് നിൽക്കാന്ന് പറയണത് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതമോ കൗതുകമൊക്കെയുള്ള കാഴ്ചയാണ്. കണ്ട് നിൽക്കാന്ന് പറഞ്ഞാൽ കണ്ട് നിൽക്കല്ല, നമ്മളിങ്ങനെ വിളിച്ച് നോക്കും സൈഡിൽ നിന്ന്. അതാണ് എനിക്ക് സത്യത്തിൽ ഈ ഭാരതിനെ കുറിച്ചിട്ട് എപ്പോൾ ആലോചിക്കുമ്പോഴും വരുന്ന ആദ്യത്തെ ഒരു ഓർമ്മ. പിന്നെ നമ്മളുടെ കോളേജിലെ തമാശകളൊക്കെ പറഞ്ഞ് നമ്മളവിടെ ഇരുന്ന് ചായ കുടിക്കണതൊക്കെ എപ്പോഴും ആലോചിക്കും. അന്നും ഇന്നും ഭാരതിൻ്റെ ഒരു വൃത്തി, അവിടുത്തെ സർവീസ്, അതുപോലെ തന്നെ ടേസ്റ്റിലെ കൺസിസ്റ്റൻസി, ഇതൊന്നും ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പത്തൻസ് അതുപോലെ രാഗം ഇതിൻ്റെ ഇടയിലുള്ള വഴിയിലൂടെ നമ്മൾ ഭാരതിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഭാരതിൻ്റെ ബോർഡടക്കം എല്ലാ കാര്യങ്ങളും ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. വാതിൽ തുറന്നപ്പോൾ തന്നെ ആസ് യൂഷ്വൽ ഭയങ്കര തിരക്കാട്ടോ. എല്ലാ ടേബിളും ഫുള്ളാണ്, ഒരു സീറ്റ് പോലും ഒഴിവില്ല. സീറ്റ് കിട്ടാത്തതുകൊണ്ട് കുറച്ച് നേരം മെനുവിൻ്റെ ബോർഡൊക്കെ നോക്കി നിന്നു. എന്നിട്ടും സീറ്റുകളൊന്നും ഒഴിയില്ല എന്ന് കണ്ടപ്പോൾ കൈയൊക്കെ കഴുകി റെഡിയായി നിൽക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് ഭാരതിൽ വരുന്ന ആളായതുകൊണ്ട് ദീപുവിന് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ടോ സീറ്റ് കിട്ടാണ്ടായപ്പോൾ. നമ്മളിത് എത്ര കണ്ടിരിക്കണം. ഞങ്ങൾ വന്ന സമയം വൈകിട്ടൊരു 4 മണിയാണ്. ആ സമയത്ത് പുറകുവശത്തെ ഡൈനിങ് ഹാളൊക്കെ അവർ ക്ലീനാക്കി സെറ്റാക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ ചേട്ടന്മാർ ഇങ്ങനെ ദോശയും കൊണ്ട് പോകുന്നുണ്ട് നമ്മളെ കൊതിപ്പിക്കാൻ. ഞങ്ങളെപ്പോലെ തന്നെ വേറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. എന്തായാലും അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, എല്ലാവർക്കും സീറ്റ് കിട്ടി. ദീപു വളരെ ഹാപ്പി ആയിട്ടാണ്. എന്താ നിനക്ക് കഴിക്കാൻ? അമ്മക്ക് എന്താ ഒരു ശോകമുഖമായിട്ടിരിക്കുന്നു? വിശന്നിട്ടാ? ഒരു നെയ്റോസ്റ്റ്, ഒരു മസാല ദോശ, പട്ടൂര, ഒരു പട്ടൂര്. ഞാൻ ബട്ടൂര പറഞ്ഞപ്പോൾ ദീപുവിൻ്റെ മുഖം അങ്ങോട്ട് മാറിയിട്ടാ. എനിക്ക് പട്ടൂരോ? അപ്പൊ 2 പട്ടൂരോ മതി. ഓർഡർ മാറ്റി പറയാനല്ല, 2 വേണമെന്നാണ് അവൾ ഉദ്ദേശിച്ചത്. മസാല ദോശ വേണം, അത് കഴിഞ്ഞിട്ട് പറയാം. പട്ടൂര പകുതി തന്നാ പോരാ? അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബട്ടൂരെത്തി. അതിൻ്റെ കൂടെ മഞ്ഞ കളറിലുള്ള ഒരു ചന മസാലയായിരുന്നു. സംഗതി എന്നാലും വെറൈറ്റി ആയിട്ടുണ്ട്. ബട്ടൂര ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കിട്ടില്ല സോഫ്റ്റ് ബട്ടൂര. ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ് ഇടിക്കണ്ട, അത്രക്ക് ചൂടൊന്നുമില്ല. നീ പൊട്ടിച്ച് ആസ് യൂഷ്വൽ ദീപു അവളുടെ തനതായ ശൈലിയിൽ അവളുടെ ഫുഡ് അടി ആരംഭിച്ചു. കഴിച്ചു വളരെ ഫാസ്റ്റായിട്ട് എത്തില്ല അമ്മ. നല്ല ക്രിസ്പി നെയ്റോസ്റ്റ് കണ്ടപ്പോൾ ദീപയുടെ ഉള്ളിലുള്ള കൊതിച്ചിപ്പോൾ അവർ പുറത്തേക്ക് വന്നു. ആളാ നെയ്റോസ്റ്റിൽ നിന്ന് ഒരു വർഷം പൊട്ടിക്കാൻ നോക്കി. നാണല്ലോ നിനക്ക് കക്കാൻ.
അതിൻ്റെ ഇടയിൽ അമ്മ ദീപുവിനൊരു കഷ്ണം നെയ് റോസ്റ്റ് കൊടുത്തു വിട്ടാ. ബട്ടൂര നല്ല സോഫ്റ്റ് ആയിരുന്നു. ഞാനൊരു പീസ് എടുത്ത് ആ ചനയിൽ മുക്കി കഴിച്ചു. സംഗതി സൂപ്പറായിട്ടുണ്ട്. അടിപൊളി അല്ലേ? നല്ല സോഫ്റ്റ് പട്ടൂര. ബൂസ്റ്റ് ഉണ്ടാ ബദാം മിൽക്ക്, ഒരു ബദാം മിൽക്ക്, പിന്നെ ഒരു ചായ ഒരു കറി. ഒരു രക്ഷയില്ലേട്ടാ, ഭയങ്കര സോഫ്റ്റ്. അമ്മ ആൾക്കാര് കാണണ്ട, നിങ്ങളോട് വായ വെച്ച് കൊടുക്കണൊക്കെ. ദോശല്ലേ പറയടി. അങ്ങനെ ഭാരതിലെ ദ മോസ്റ്റ് ഫേമസ് ബദാം മിൽക്ക് എത്തിയിരിക്കുകയാണ്. അത് കുടിച്ചതോടുകൂടി ദീപുവിൻ്റെ മുഖം സൂര്യകാന്തി പൂ പോലെ വിടർന്നു കേട്ടോ. തൊട്ടു പുറകെ മസാല ദോശ വന്നു. അപ്പോൾ ദീപുവിനൊരു വിഷമം, എന്താ അവള് മാത്രം ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കണേ, ഞങ്ങളൊന്നും ചെയ്യണില്ലല്ലോ. നമുക്ക് തൈരോടാ വേറെയാ. ഞാൻ ആദ്യമായിട്ട് കൊടുത്ത ബദാം മിൽക്ക് കുടിക്കുന്നു. തീരെ ഞാൻ അവരോട് പറയാൻ പോവാ ബദാം മിൽക്ക്. സത്യം പറയല്ലേ, കറി ആവശ്യം വന്നില്ല. നീ പറഞ്ഞ എനിക്ക് മീശ വന്നു. കാലേ ഇത് എന്റെ ചായ കൂടെ എടുക്കാം കേട്ടോണ്ട. സൂപ്പർ ചായ. തൈര് വട എത്തി. ഇത് പ്ലെയിനാണോ? നല്ല സോഫ്റ്റ് തൈര് വട. അതിങ്ങനെ മുറിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം നല്ല കിടിലൻ ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. അതിനിടയിൽ ദീപ് ഒരു മസാല ദോശയുടെ പീസ് എനിക്ക് തന്നു ടേസ്റ്റ് ചെയ്യാൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ ഗൂഢമായ ഉദ്ദേശം പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, അത് അവൾക്ക് തൈര് വട കഴിക്കാനുള്ള ഒരു നമ്പറായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ ബില്ല്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സംതൃപ്തിയോടുകൂടി ഞങ്ങൾ ഭാരതിയിൽ നിന്ന് ഇറങ്ങി. ഭാരതിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്കല്ല പോണത്. പിന്നെ എവിടേക്കാണ് നിങ്ങൾ പോകണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് അംബിസ്വാമിയുടെ പാലട ഒന്ന് ടേസ്റ്റ് ചെയ്യാനാണ്. കുറേ നാളായി വിചാരിക്കുന്നു ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് പാലട ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. കഴിഞ്ഞ ഓണത്തിനൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് പായസം കിട്ടിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അംബിസ്വാമിയുടെ പാലട കഴിക്കണേ. മുമ്പ് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഓരോന്നിനും സമയം ഉണ്ടല്ലോ ദാസ. കുറച്ച് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഉള്ളൂ. വേറെ ആരും സെർവ് ചെയ്യാനൊന്നുമില്ല, സെൽഫ് സർവീസാണ്. നമ്മൾ തന്നെ വാങ്ങി കൊണ്ടുവന്ന് കഴിക്കണം. അങ്ങനെ ദീപു പായസമായിട്ട് എത്തി. ബോളി അതിൻ്റെ കൂടെ പാലട രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ചങ്ങോട്ട് കഴിച്ചു നോക്കി. വയറ് നിറഞ്ഞാണ് ഇരിക്കണമെങ്കിലും പാലട എത്തിയോടുകൂടി അതിനുള്ള സ്പേസ് തന്നെ വയറുണ്ടാക്കി തന്നുട്ടാ. എന്താ ഒരു ടേസ്റ്റ്! അമ്മയും ടേസ്റ്റ് ചെയ്തു. ദീപുവിൻ്റെ കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ബോളി തിരുവനന്തപുരം ഭാഗത്താണ് കൂടുതൽ നമ്മൾ കഴിച്ചിട്ടുള്ളത്, തൃശ്ശൂർ ആദ്യമാണ്. പക്ഷേ അംബിസ്വാമിയുടെ ബോളിയും പാലടയും അതൊരു വേറെ സംഭവം തന്നെയാടാ. മധുരം എനിക്ക് അധികം ഇഷ്ടമല്ലാന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ കുറച്ച് പായസം ഞാൻ ബാക്കി വെച്ചു. ദീപു ആ പായസവും എൻ്റെ പായസവും എല്ലാം കൂടി അവസാനം ബോന്തി അങ്ങോട്ട് കുടിച്ചു. അങ്ങനെ പാലട കഴിച്ച് വീണ്ടും കൈ കഴുകി ഞങ്ങൾ സമാധാനമായിട്ട് സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോന്നു കേട്ടോ.